നടപ്പ് പ്രായത്തിൽ അവളുടെ വിവാഹം നടക്കണം. നിരഞ്ജനയെ ഇഷ്ടപ്പെടുന്ന വിശ്വനാഥനോട് വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാവശ്യപ്പെടുന്ന ഉണ്ണിത്താൻ. എത്ര ജന്മം കൊണ്ടാ സുധിയോടുള്ള കടപ്പാട് ഞാൻ തീർക്കുന്നേ. തന്റെ ജീവിതം സുധിയോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന വിശ്വാസത്തിൽ നിരഞ്ജനയെ തന്റെ ഭാര്യയാക്കി പെരുമ്പടപ്പ് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് സുധി. രാത്രിമഴ തുടരുന്നു. ഞാനല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ഉണ്ണിത്താൻ മോളുടെ കെട്ട് നടത്തും. എങ്കിൽ നഷ്ടം അച്ഛനും അമ്മയ്ക്കുവാ. അത് അവിടെ ചെന്നപ്പോ മനസ്സിലായല്ലോ. സ്വപ്നം കാണാൻ കഴിയാത്ത ബന്ധമല്ലേ. നീ പരിഹസിക്കാണോ അതോ കാര്യമായി പറയാണോ? ഞാൻ അങ്ങനെ പറഞ്ഞാലും തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാ. നിങ്ങൾക്ക് ഞാനത് വിട്ടു തന്നില്ലേ? അച്ഛനെ അനുസരിക്കുക, അത് മാത്രമേ എന്റെ മുമ്പിലുള്ളൂ. ഉണ്ണിത്താ സാറ് തിരിച്ചു വന്നാലുടൻ അവരിങ്ങോട്ട് വരും. അതിനിടയിൽ ഒരു ദിവസം കണ്ടെത്തിക്കൊള്ളാൻ ഏട്ടനോട് പറയുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് ഏട്ടൻ നല്ലൊരു മുഹൂർത്തം കണ്ടെത്തും. ഒരു ഓഡിറ്റോറിയം ഒത്തുകിട്ടുന്ന പ്രയാസമേ പിന്നെയുള്ളൂ. ആ, അവിടെ ചെന്നിട്ട് നിരഞ്ജനോട് അമ്മ സംസാരിച്ചായിരുന്നോ? അതെന്ത് ചോദ്യാടാ. കുറേ നേരം അവളോട് സംസാരിച്ചു. നല്ല കുട്ടിയാ. ഒരു വക്കീലിന്റെ വാചക കസർത്തൊന്നുമില്ല. അവളുടെ പെരുമാറ്റം നീ പറഞ്ഞതുപോലെ തന്നെയാ. ആരും പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു പോകും. ഞാൻ മോഹിച്ചതും ഇതുപോലൊരു മരുമോളെയാ. ദൈവം അത് തന്നെ സാധിച്ചു തരാൻ പോവാ. പറയടാ സന്തോഷേ. എടാ, അവള് നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. രേവതിയോ? നിന്റെ അമ്മ അവിടെ ഉണ്ടോ? ഇല്ലടാ. ഇതൊരു ബെസ്റ്റ് ചാൻസ് ആണ് അളിയാ, പാഴാക്കല്ലേ. അവള് വന്നെന്ന് തോന്നുന്നു. നീ വെക്ക്. ആ, രേവതി കേറി വാ. രേവതി ഒന്നിങ്ങ് വന്നെങ്കിലെന്ന് ഞാൻ എത്ര വട്ടം പ്രാർത്ഥിച്ചെന്നു. പ്രമീള ചേച്ചി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അമ്മ കൊട്ടാരക്കരയ്ക്ക് പോയി. എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞതാ. ഞാൻ ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. അതെന്താ? താൻ വരുമെന്ന് എനിക്കറിയില്ലേ. പ്രമീള ചേച്ചി ഇല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. രേവതി ഇഷ്ടമെന്നൊക്കെ സമ്മതിച്ചിട്ടേ ഉള്ളൂ. സത്യത്തിൽ എന്നെ എപ്പോഴും അന്യനായിട്ടാ കാണുന്നേ. അത് പിന്നെ സജി പറയുമ്പോഴൊക്കെ പുറത്തു വരാനും ഫോണിൽ സംസാരിക്കാനും ഒക്കെ എനിക്ക് പറ്റുമോ? എന്നോടതിന് പരിഭവിക്കുകയല്ല വേണ്ടത്. സജി അത് മനസ്സിലാക്കണം. മനസ്സിലാക്കാഞ്ഞിട്ടൊന്നുമല്ല. എനിക്കെന്താന്നറിയില്ല. രേവതി എപ്പോഴും കണ്ടോണ്ടിരിക്കണം. ഇതൊരു വല്ലാത്ത രോഗമാണ്. പ്രണയത്തിന് ഇത്രയും ശക്തിയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു രേവതി. എന്നാ പിന്നെ വേഗം എന്നെ കല്യാണം കഴിച്ചേക്കണം. ഞാനെപ്പോഴും സജിയുടെ കൂടെ തന്നെ കാണില്ലേ? അച്ഛൻ പെട്ടെന്നൊന്ന് വരാനാ എന്റെ കാത്തിരിപ്പ്. സജി പ്രമീള ചേച്ചിയോട് സൂചിപ്പിച്ചോ? ഇതുവരെയും പറഞ്ഞിട്ടില്ല. രേവതിയോട് ചോദിച്ചിട്ടാവാന്ന് കരുതിയ. അയ്യോ, ഉടനെയൊന്നും വേണ്ട. രേവതി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാ. പെൺകുട്ടികളായ രേവതി പോലെ ഇരിക്കണമെന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും. എന്നാ പിന്നെ എനിക്ക് അവളെ കല്യാണം കഴിച്ചതാന്ന് പറയാൻ പലവട്ടം ഞാൻ നാവെടുത്തതാ. ഇപ്പോഴൊന്നും പറയണ്ട സജി. സജിയുടെ അച്ഛനൊന്ന് വരട്ടെ. എന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് അച്ഛനോട് പെണ്ണ് ചോദിക്കട്ടെ. നമ്മൾ തമ്മിൽ പ്രേമത്തിലാണെന്ന കാര്യം വേറെ ആരും അറിയരുത്. അതുവരെ പ്രേമിക്കാൻ പാടില്ലെന്ന് ആരും പറയില്ലല്ലോ. പ്രേമിച്ചോണ്ടിരിക്കല്ലേ, എന്നിട്ടാ? വേണ്ട കേട്ടോ. ഞാനൊന്നും തൊട്ടാലെന്താ? രേവതി എനിക്കുള്ളതല്ലേ? ഇപ്പോ ദേഹത്ത് തൊട്ടുള്ള സ്നേഹമൊന്നും വേണ്ട. രേവതിക്ക് എന്നോടുള്ള സ്നേഹം അഭിനയമാ. ഞാൻ മനസ്സ് തുറന്ന് സ്നേഹിക്കുമ്പോൾ അകന്നു നിൽക്കാനാ രേവതി നോക്കുന്നത്. മനസ്സുകൊണ്ട് ഞാൻ സജിക്കൊപ്പം ഇല്ലേ? അതല്ലേ ശരിയായ സ്നേഹം. സജി എന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒന്നാവില്ലേ? അപ്പോ രേവതിക്ക് എന്നെ വിശ്വാസമില്ല? വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പിന്നെ സജിയെ സ്നേഹിക്കൂ? സജിയുടെ ജീവിതത്തിലേക്ക് ഞാൻ വരുമ്പോ എനിക്ക് പരിശുദ്ധി വേണം. ഞാൻ പറയുന്നത് ശരിയല്ലേ സജി? ഇതൊക്കെ ഞാൻ പുരാണത്തിലേ കേട്ടിട്ടുള്ളൂ. സിറ്റിയിൽ ജനിച്ചു വളർന്ന പെണ്ണല്ലേ താൻ? പെണ്ണെവിടെ ജനിച്ചു വളർന്നാലും മാനം വിറ്റ് ജീവിക്കാൻ പാടുണ്ടോ? നമ്മുടെ കല്യാണം കഴിയുമ്പോ സജി തന്നെ പറയില്ലേ
അന്ന് ഞാൻ തൊട്ടപ്പോ മിണ്ടാതെ നിന്നവളാ നീ എന്ന്. ഞാൻ പറയുന്നത് ശരിയല്ലേ സജി? ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. സജി തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇപ്പൊ സജിക്ക് എന്നോടുള്ള സ്നേഹം കൂടിയിട്ടല്ലേ ഉള്ളൂ. നോക്ക്, പിണങ്ങല്ലേ, എനിക്ക് സങ്കടമാവും. ഞാൻ പിണങ്ങിയിട്ടൊന്നുമില്ല. എന്നാ ഞാൻ പോട്ടെ. ഏതായാലും യോഗമുള്ളവനാ സജി. ജനിക്കുന്നേ അവനെ പോലെ ജനിക്കണം. എടാ, കാശുള്ളവൻ്റെ കയ്യിൽ പെണ്ണ് വീഴും. നമ്മൾ അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഡാ അവൻ വരുന്നുണ്ട്. ആ, അവൻ്റെ അമ്മ കയറി വന്നിട്ടുണ്ടാവും. നിന്റെ അമ്മ പെട്ടെന്ന് വന്നോടാ. അമ്മ വന്നൊന്നുമില്ല. പിന്നെ അവളങ്ങ് പോയോ? അവളെ വഴുതി കളഞ്ഞു. പഠിച്ച കള്ളി അവള്. ഞാനൊന്ന് അടുത്തു കൂടിയതാ. പക്ഷേ അവള് താലിയിൽ കയറി പിടിച്ചു. തൊട്ടുകളെയൊക്കെ താലി കെട്ടിയിട്ട് മതിയെന്ന്. പരിശുദ്ധിയായിട്ട് വേണം അവക്കെന്റെ ജീവിതത്തിലോട്ട് വരാൻ. വന്നത് തന്നെ. അളിയ പ്രേമ അഭിനയിച്ചൊന്നും നിനക്ക് അവളെ വീഴ്ത്താൻ പറ്റില്ല. എനിക്കത് ഉറപ്പായിടകിച്ചു. നീ അവൾക്ക് വേണ്ടി കുറച്ച് കാശ് മുടക്കടാ. വിലപിടിപ്പുള്ള സമ്മാനം വാങ്ങിക്കൊടുത്താ അവള് നിന്റെ വരുതിക്ക് വരാതിരിക്കില്ല. ആ, അത് നല്ലൊരു ഐഡിയ ആണല്ലോ. സമ്മാനം കിട്ടുന്നതോടെ നിന്നോടൊരു വിധേയത്വമൊക്കെ വരും. പിന്നെ എതിർപ്പ് പറയാനൊന്നും പറ്റില്ല. നീ കൊടുത്ത സാധനങ്ങളൊക്കെ വാങ്ങി കൈവച്ചിട്ട് എങ്ങനെ എതിർപ്പ് കാണിക്കാനാ? ഡാ, അവളുടെ കയ്യിരിക്കുന്ന മൊബൈല് വില കൂടിയതാണോ? എവിടെ? കോൾ ചെയ്യാൻ മാത്രം കൊള്ളാം. അളിയാ, മൊബൈല് മയങ്ങാത്ത പെണ്ണില്ലടാ. അവള് നല്ലൊരു ഫോൺ വേണ്ടി കൊതിക്കുന്നുണ്ടാവും. നിന്റെ 2-3 സെറ്റില്ലേ, ഒരെണ്ണം അവക്കോട്. ശരിയാ, അതുകൊണ്ട് വേറെയും ഗുണമുണ്ടടാ. വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യാം. ഫോൺ വിളി മാത്രമേ പെമ്പിള്ളേർക്ക് പേടിയുള്ളൂ. വെളുക്കുന്നത് വരെ ചാറ്റ് ചെയ്യാടാ. നിന്റെ ഫോട്ടോ അങ്ങോട്ടും അവളുടെ ഫോട്ടോ ഇങ്ങോട്ടും അയക്കാം. ഫോട്ടോ മാത്രം അല്ലടാ സന്തോഷേ. അളിയ, നീ അവൾക്കൊരു ഫോൺ കൊടുക്കും. എടാ, അച്ഛൻ കൊടുത്തു വിട്ടൊരു പുതിയ സെറ്റിൻ്റെ അത് ഞാൻ അവൾക്ക് കൊടുക്കാം. പക്ഷേ അവള് വാങ്ങിയില്ലെങ്കിലോ? എങ്കിൽ പിന്നെ അവളെ വിട്ടു കളഞ്ഞാൽ. അവള് വാങ്ങും. കാമുകൻ പ്രേമപൂർവ്വം സമ്മാനിക്കുന്നത് ഏത് പെണ്ണാടാ വാങ്ങാത്തത്? അവക്ക് വന്നിരിക്കാൻ നേരമായില്ലേ? വേണമെങ്കിലേ വന്ന് കഴിച്ചിട്ട് പോവാൻ പറയടി. ഇരിക്കുമോളെ. അച്ഛൻ വിളിച്ചോടി? വിളിച്ചു. അച്ഛൻ നാളെ എത്തും. ഇനിയിപ്പോ കല്യാണ തീയതിയൊക്കെ കുറിച്ചിട്ടേ പോകുന്ന എനിക്ക് തോന്നുന്നു. ഇവളുടെ അന്നത്തെ പ്രകടനം കണ്ടേ അവര് വല്ല എതിർപ്പും പറയുന്ന എന്റെ പേടി. അയാൾ പിണങ്ങിയാ പോയത്. ഇങ്ങനൊരു വീട്ടിൽ വന്ന് ഒരു പെണ്ണെടുക്കാൻ തോന്നിയതിന് തിരിച്ചടി കൊടുത്തല്ലേ പറഞ്ഞു വിട്ടത്. അച്ഛൻ ചെന്ന കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞതാ. എന്ത് കാര്യോ അച്ഛൻ പറഞ്ഞേ? ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ വെച്ചാ ഇവളങ്ങനെ പറഞ്ഞേ, അല്ലാതെ രാഘവനെ ഇഷ്ടപ്പെടാത്തോണ്ടല്ലെന്ന്. ജോലി കിട്ടി ഇവൾ 1 മാസം വാങ്ങുന്ന ശമ്പളത്തിന്റെ 4 ഇരട്ടിയാ അയാളുടെ ഒരു ദിവസത്തെ വരുമാനം. അങ്ങനെയുള്ള ആളോടാ ഇവള് ജോലിക്കാര്യം പറയുന്നത്. അച്ഛൻ നാളെ വരുമ്പോ അറിയാം അവരെന്ത് പറഞ്ഞെന്ന്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. മുഖത്തടിച്ചല്ലേ പറഞ്ഞു വിട്ടത്. ഭക്ഷണത്തിന് മുമ്പ് ഇത് കരയുന്ന കണ്ടില്ലേ? നാശം. ഇതെങ്ങനെ ഉണ്ടായെന്ന് നിനക്കറിയോടി? മതി, ഒന്ന് നിർത്ത്. ഭക്ഷണത്തിന് മുമ്പ് ഇരുന്ന് കരഞ്ഞാലേ അന്നം മുട്ടും. അന്നം മുട്ടിക്കാനാണല്ലോ ഇവിടെ നോക്കുന്നേ. രേവതി, നിന്നോടൊന്ന് നിർത്താനാ പറഞ്ഞേ. ഞാൻ പറയുന്നതാണോ അമ്മയ്ക്ക് കുഴപ്പം? ഇവിടെ വിചാരിച്ചാ 1 രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? നീ എന്തുണ്ടാക്കിയെന്നാ പറയുന്നത്? ഞാൻ തച്ചു കിട്ടിയ കാശൂട്ടാ നീ ഇപ്പൊ വെട്ടി വിഴുങ്ങുന്ന ചപ്പാത്തിയുടെ ഗോതമ്പ് മാവ് വാങ്ങിയത്. അതറിയാവോടി നിനക്ക്? അവളുടെ ഒരു ഗോതമ്പ് മാവ്. നീ ഇപ്പൊ ഇരുന്ന് വീരവാദം പറയുന്ന ഈ വീടും പറമ്പും എങ്ങനെയാ കിട്ടിയെന്ന് മറക്കണ്ട. അച്ചുവീച്ച് കാരണം ഇതൊക്കെ ഉണ്ടായത്. ഇതെന്റെ കാശ് കൊടുത്ത് വാങ്ങിയതാ. അങ്ങനെ നീ ഇപ്പൊ തിന്നണ്ടടി. എടി രേവതി, എന്താടി നീ കാണിച്ചേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എനിക്കും എന്റെ അച്ഛനും കൊടുക്കാതെ തന്നെ വരും. ഇവളൊക്കെ ചേർന്നത് വരുത്തും. ഇവള് കാരണം എന്ത് സ്വർഗമാടി നിനക്ക് കിട്ടിയത്? വാടകയ്ക്കാണെങ്കിലും ആ നാട്ടിൽ മനുഷ്യരെ പോലെ ജീവിക്കായിരുന്നു. ഈ മലയിൽ വന്ന് ഒളിച്ച് താമസിച്ചിട്ട് എന്ത് നേടിയടി നീ? അതെ, ഞങ്ങളെ ദ്രോഹിച്ചതൊന്നും മതിയായില്ലേടി?
ഈ കുടുംബത്തിലെ മുഴുവൻ പേരെയും കുഴിച്ചു മൂടിയിട്ട് ഇവള് പോവും. അങ്ങനെ ഒരു ജന്മോ നിന്റത്. ആ രാജപ്പനോ? കേറി വാ. സാറില്ലേ? ആ ഉണ്ട്. എന്താ രാജപ്പ വിശേഷങ്ങൾ? ഓട്ടം കഴിഞ്ഞ് വരുന്ന വഴിയാ സാറേ. എന്താ സാറേ കാണണമെന്ന് പറഞ്ഞത്? അർച്ചനയുടെ വിവാഹം എന്ന് നടത്താനാ രാജപ്പ നിശ്ചയിച്ചത്? അത് പിന്നെ പയ്യന്റെ വീട് കണ്ട് വന്നതേ ഉള്ളൂ സാറേ. ദിവസക്കുറി കാത്തിരിക്കുക, ഉടനെ അവരയക്കും. രാജപ്പ, എൻ്റെ അടുത്ത് ഫ്രോഡ് കളിക്കല്ലേ? അയ്യോ, സാറിൻ്റെ അടുത്ത് രാജപ്പൻ ഫ്രോഡ് കളിക്കാനോ? എന്താ സാറേ അങ്ങനെ പറയുന്നത്? സാറിന്റെ വാക്ക് തെറ്റിച്ച് രാജപ്പനൊന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയില്ല. എന്നാ താനൊരു കാര്യം മനസ്സിലായിക്കോ, ഞാൻ എൻ്റെ മോൻ്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി അർച്ചനയുടെ കല്യാണം, അത് നടക്കാൻ ഏറിയാൽ 2 ആഴ്ച, അതിനപ്പുറം പോകാൻ പാടില്ല. സുധിയുടെ വിവാഹം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് രാജപ്പൻ്റെ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയും. പറഞ്ഞത് മനസ്സിലായോ? തന്നെപ്പോലെ ഒരുത്തനെ എനിക്കിപ്പോഴും വിളിക്കേണ്ടി വരുന്നത് എൻ്റെ മോൻ വിവാഹം കഴിക്കാൻ നിൽക്കുന്നുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ രാജപ്പന് പിന്നെ ഗേറ്റിന് പുറത്ത് നിൽക്കും. ചതിക്കലേ സാറേ, സാറ് തന്ന വാക്കിന്റെ പുറത്താ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു പോയത്. എന്നാ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ രാജപ്പൻ അവളുടെ കല്യാണം നടത്താൻ നോക്കും. ഇന്ന് തന്നെ ഞാൻ പയ്യന്റെ അമ്മാവനെ കാണാം, ഒരു തീയതി കുറിപ്പിക്കുകയും ചെയ്യാം. രാജപ്പൻ അത് ചെയ്താൽ പറഞ്ഞ വാക്ക് ഞാനും പാലിക്കും. ഇത്ര പെട്ടെന്ന് സുധിയുടെ വിവാഹം നടത്താൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനൊരു വാക്ക് രാജപ്പന് തരില്ലായിരുന്നു. 25 പവനും 5 ലക്ഷം രൂപയും, പിന്നെ നേരത്തെ വാങ്ങിയത് 20 ലക്ഷം രൂപയും. എല്ലാത്തിനും കണക്ക് വേണം രാജപ്പ. നല്ലൊരു തുകയാ ഒരു പെണ്ണിനെ വെച്ച് രാജപ്പൻ എന്റെ കയ്യിൽ നിന്ന് പറ്റിയത്. അതിന്റെ നന്ദി എനിക്കുണ്ട് സാറേ. വിവാഹത്തിന് അർച്ചന എതിരൊന്നും പറഞ്ഞില്ലേ? എതിർപ്പ് പറയാതിരിക്കോ കൊച്ചമ്മേ? ജോലി കിട്ടുമെന്ന് പറഞ്ഞ് കുറെ കരഞ്ഞു നോക്കി. തനിക്ക് വിശ്വാസമുണ്ടോ അവള് വിവാഹത്തിന് തയ്യാറാവുന്ന? ഇളയ കുട്ടികളെ ഓർത്ത് അവൾ സമ്മതിച്ചു കൊച്ചമ്മേ. തന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം പറയുന്നത് പച്ച കള്ളമാണെന്ന്. അയ്യോ, കള്ളമല്ല കൊച്ചമ്മേ, രാജപ്പൻ തെമ്മാടിയും പോക്കുരിയൊക്കെ തന്നെയാ. പക്ഷേ വിശ്വനാഥ് സാറിന്റെ മുന്നിൽ ഞാൻ കള്ളം പറയത്തില്ല. ആ നാട്ടിൽ വന്ന് ആരോട് ചോദിച്ചാലും അവളുടെ കല്യാണം ഉറപ്പിച്ച് വിവരം പറയും. പയ്യൻ എന്ത് പണിയെന്നാ താൻ പറഞ്ഞേ? ലോറി ഡ്രൈവറാ, നല്ല പയ്യനാ സാറേ. 28 വയസ്സുണ്ട്. വീട്ടിലമ്മ മാത്രമേ ഉള്ളൂ. ലേശം കറുത്തിട്ടാണെങ്കിലും കാണാനും കുറ്റം പറയില്ല. നല്ല ഐശ്വര്യമുള്ളവരാ. പയ്യന്റെ കാര്യത്തിൽ അവൾക്ക് കുറ്റം പറയാനൊന്നുമില്ല. ജോലി കിട്ടുമെന്ന പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതറിഞ്ഞ് അവന് ഉടപ്പറന്നാൾ ഒരു ദിവസം വന്നു. ജോലി കിട്ടിയാൽ പണിക്ക് വിടാമെന്ന് അവൻ വാക്കും കൊടുത്തു. എങ്കിൽ താമസം കോയമ്പത്തൂർ നാട്ടിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അവര് പത്തനംതിട്ടക്കാരാ. അതിലാ അവൾ അടങ്ങിയത്. രാജപ്പൻ എന്റെ സഹായം വേണമെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ വിവാഹം നടത്തണം. ഓ, നടത്താം സാറേ. എന്റെ മോനൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവുക. മറ്റൊരു പെണ്ണിന്റെ കണ്ണീര് വീഴണ്ടെന്ന് കരുതി പറയുന്നതാണ്. സാറിൻ്റേത് നല്ല മനസ്സാ. എന്നാൽ ഞാനങ്ങോട്ട്. ജയന്തേ, രാജപ്പന് വണ്ടി കാശ് കൊടുക്കുക. ശരി. കല്യാണം കഴിയുന്നത് വരെ ആ പെണ്ണ് തന്റെ കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസമൊന്നും രാജപ്പന് വേണ്ട. ജോലിയൊന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അവള് രാജപ്പനെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞെന്നും വരാം. അവൾ അതിന് തുനിയില്ല സാറേ. എങ്കിലും സാറ് പറഞ്ഞതുപോലെ ഒരു മുൻകരുതൽ അവളുടെ കാര്യത്തിൽ എപ്പോഴും ഉണ്ട്. എൻ്റെ 2 മക്കളുടെയും ജീവിതം വച്ചുള്ള കളിയാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് സാറേ. ആ, അതെപ്പോഴും ഉണ്ടാവണം. അവളുടെ വിവാഹം കഴിഞ്ഞാൽ രാജപ്പന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാൻ വരില്ല. പിന്നെ ഇളയ കുട്ടികളുടെ കാര്യം വരുമ്പോൾ എന്ത് സഹായത്തിനും രാജപ്പൻ ഇങ്ങോട്ട് വരാം. ഇതിൽ കൂടുതൽ നല്ലൊരു വാക്ക് എനിക്ക് ആര് തരാനാ സാറേ? 2 ദിവസത്തിനുള്ളിൽ രാജപ്പൻ എന്നെ വിളിച്ചിരിക്കണം. വിവാഹ തീയതി അപ്പൊ പറയുകയും വേണം. നാളെ തന്നെ വിളിച്ചു പറയാം സാറേ. ലെറ്റർ അടിച്ചു കിട്ടിയാൽ പിറ്റേന്ന് അതുമായി ഞാൻ വരും. അവളുടെ കാര്യത്തില് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് ഇപ്പോഴാ. അവള് സുധിയെ വിളിച്ചാ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് എനിക്ക് പറയാനുള്ള ശക്തിയില്ല. കൊച്ചമ്മ ധൈര്യമായിരിക്കെ, രാജപ്പൻ അവളുടെ കെട്ട് നടത്തിയിരിക്കും. എന്നാ താൻ ചെല്ല. മനസ്സിന് ഇപ്പോഴാ ഒരു സമാധാനായത്.
എന്താ ജയന്തി? രാജപ്പൻ വന്നിട്ട് പോയി. പറഞ്ഞതൊക്കെ സമ്മതിച്ചാ പോയത്. ഗുഡ്. ഏട്ടൻ എന്നാ തിരിച്ചു വരുന്നേ? 2 ദിവസമേ ഞാനിവിടെ ഇല്ലാതുള്ളൂ. ഏട്ടനില്ലാതെ ഒന്നും നടക്കില്ല. വിശ്വേട്ടൻ ജോൽസിനെ കാണാനൊന്നും പോവില്ല. നീ സമാധാനായിട്ടിരിക്കും ജയന്തി. ഞാൻ വന്നിട്ട് ദിവസം കുറിക്കാം. 2 ആഴ്ചക്കുള്ളിൽ സുധിയുടെയും നിരഞ്ജനയുടെയും കല്യാണം. നീ അങ്ങനെ വിശ്വസിക്കും. എങ്കിലും ഡേറ്റ് ഫിക്സ് ചെയ്തെങ്കിൽ സമാധാനായനെ. നീ ടെൻഷൻ ആവാതെ ജയന്തി. ഞാൻ ഇറങ്ങുക. വൈകിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ശരി ഏട്ടാ. രായപ്പൻ ഓട്ടം കഴിഞ്ഞുള്ള വരവാണല്ലേ? അതെ. ഞാൻ ആ പുരുഷന്റെ ചികിത്സയ്ക്ക് വേണ്ടി പോവാ. നമുക്ക് വൈകിട്ട് കാണാം. പിന്നെ ആ വാച്ചറെ മത്തായി വിളിച്ചോ, ഒന്ന് കൂടണം. കുറെ നാളായില്ലേ. ഞാൻ രായപ്പനോട് കാര്യം പറയുന്നത് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുക. അതിനാളെ കാണണ്ടേ? എന്താശാനെ? രേവതി ആ ഗൾഫുകാരന്റെ ഭാര്യയെ തയ്യലൊടിപ്പിക്കാൻ പോകുന്നുണ്ടല്ലേ? അത് പിന്നെ അവക്ക് തലതിരിഞ്ഞൊരു മോനുണ്ട്. മഹാവഷളനാ. രായപ്പൻ മോളെ അങ്ങോട്ട് അയക്കരുത്. അവൾ എന്റെ മോളെ ആശാനെ. അവന്റേന്നല്ല, ഈ ലോകത്തുള്ള ഒരുത്തന്റെ വിളച്ചിലും എന്റെ മോളത്ത് നടക്കില്ല. അതൊക്കെ ശരി തന്നെ. പക്ഷെ ആളുകൾ അതും ഇതും പറഞ്ഞാലോ? അതിനുള്ള ചങ്കൂറ്റം ഇവിടെ ഒരുത്തനെങ്കിലും ഉണ്ടോ? എങ്കിലും അവന്റെ കുടൽമാല എടുത്ത് ഈ രാജപ്പൻ കഴുത്തിലിടും. എന്റെ പരിധി വിട്ട് എന്റെ മക്കള് പോവില്ല. അത് ആശാൻ അറിയാഞ്ഞിട്ടാ. എന്റെ പിള്ളേരെ പറ്റി ഏതെങ്കിലും ഒരുത്തൻ ഈ നാട്ടിൽ എന്തെങ്കിലും പറഞ്ഞാൽ ക്ഷമിക്കില്ല ആശാനെ ഞാൻ. ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആശാനെ, ആശാൻ എനിക്ക് വിശ്വാസമാണ്. അവൻ എന്തെങ്കിലും അനാവശ്യം എന്റെ മോളോട് പറഞ്ഞാൽ അന്നേരം അവൾ എന്നോട് വന്ന് പറയും. രാജപ്പൻ സദാ നേരവും സ്ഥലത്തിലെന്ന് ആരും കരുതണ്ട. എന്റെ മോള് തയ്യൽ പിടിപ്പിക്കാൻ പോണത് കാശ് വാങ്ങിയിട്ടാ. ഈ രാജപ്പനെ പറ്റി ആശാൻ ആ പയ്യനോടൊന്ന് സൂചിപ്പിച്ചേക്കണം. ഓ, ഞാൻ പറയാം. എന്നാ ശരി, നമുക്ക് വൈകുന്നേരം കാണാം. ഓ, ആയിക്കോട്ടെ. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാലേ അറിയൂ. മോളെ, അച്ഛൻ വന്നല്ലോ. ഞാൻ ചായ എടുത്തോണ്ട് വരട്ടെ. അച്ഛാ. ശരി, വാ. നിന്റെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല അച്ഛാ. കാശിന് വേണ്ടി നട്ടം തിരിയുന്ന സമയത്താ പഠിക്കാൻ വിട്ടത്. നന്നായിട്ടൊക്കെ പഠിച്ചോണം. ഇതാ ചായ. രേവതി എന്തിയടി? ഇവിടെ ഉണ്ടല്ലോ. എന്താ? നീ അവിടെ ഒരു വീട്ടിൽ തൈര് പിടിപ്പിക്കാൻ പോകുന്നത് ചിലർക്കൊന്നും സൂചിച്ചിട്ടില്ല. അതാർക്കാ? ഒരു നാട്ടില് പല തരക്കാരില്ലേ? അല്ലെങ്കിൽ ഇവൾ അങ്ങോട്ട് പോകുന്നതിൽ എനിക്ക് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. ഇവൾ എന്റെ മോളാടി. ഉപദേശിക്കാൻ വന്നവരോട് ഞാൻ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരുത്തനും ഇവിടെ വാ തുറക്കത്തില്ല. എന്നാലും ആരാ അച്ഛനോട് അത് പറഞ്ഞത്? എനിക്കതറിയണം. നീ അത് വിട്ടേക്കടി മോളെ. നീ അവളെ ഇങ്ങോട്ടൊന്ന് വിളിക്കേ. പോയി വിളിച്ചോട് വാടി എന്റെ അച്ചു ചേച്ചിയെ. രാഘവന്റെ അമ്മാവൻ വിളിച്ചോ? വിളിച്ചു. അവൻ ഇവിടെ നടന്ന കാര്യമൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഓ, അതേതായാലും ഭാഗ്യായി. ഞാനും രാഘവന്റെ അമ്മാവനും ചെന്ന് മുഹൂർത്തം നോക്കി. ഈ മാസം 19-ാം തീയതി ഒരു മുഹൂർത്തമുണ്ട്. അത് കഴിഞ്ഞാൽ മുഹൂർത്തം അടുത്തൊന്നുമില്ല. ജ്യോതിഷത്തിലൊക്കെ അവർക്ക് വലിയ വിശ്വാസമാണ്. തീയതി കുറിച്ചോ? കുറിച്ചു. 19-ന് തന്നെ. മുഹൂർത്തം രാവിലെ 9 മണിക്ക്. അപ്പൊ ഇനി എത്ര ദിവസം ഉണ്ട് അച്ഛാ? 12 ദിവസമുണ്ട് മോളെ. 12 ദിവസം മതിയോ? നമുക്കിവിടെ ക്ഷണിക്കാൻ കുറച്ചു പേരല്ലേ ഉള്ളൂ. ഒരു ദിവസം പോരെ അതിന്. പിന്നെ ഡ്രസ്സ് എടുത്താ ബ്ലൗസ് തുന്നാ ഇവിടില്ലേ. കല്യാണം ഇവിടുത്തെ അമ്പലത്തിൽ വെച്ച് നടത്താൻ അവർ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാപ്പി കൊടുക്കണം. പറഞ്ഞ സ്ത്രീധനം ഉണ്ടാക്കണ്ടേ? നിങ്ങളിപ്പോ അതൊന്നും അറിയണ്ട. 25 പവനും 5 ലക്ഷം രൂപയും ഞാൻ വാക്ക് പറഞ്ഞതാ. രാജപ്പന് വാക്കൊന്നേ ഉള്ളൂ. അച്ഛനെന്താ കണ്ടുവച്ചത്? മുതലാളി കുറച്ച് കാശ് തരാന്ന് നേരിട്ടുണ്ട്. എന്നെ അയാൾക്കത്ര വിശ്വാസമില്ല. ക്ഷണക്കത്തുമായിട്ട് ചെല്ലാൻ. പിന്നെ വീടും പറമ്പും അവറാച്ചന്റെ ബാങ്കിൽ വെച്ച് ബാക്കി കാശ് വാങ്ങണം. എല്ലാം നടക്കൂടി. കുടുംബത്തിലെ ആദ്യത്തെ കാര്യമല്ലേ. ചെല്ലടി,
ഇനി 12 ദിവസമേ ഉള്ളൂ മുട്ടിയുരുമി ഇരിക്കാൻ. അത് കഴിഞ്ഞ് അവളങ്ങ് പോവും. എന്റെ ദൈവമേ, ഇതൊന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. നടത്താനല്ലടി ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നേ. അല്ലടി മോളെ. അച്ഛാ, എന്താ മോളെ? കുറച്ചുകൂടി അടുത്ത തീയതി പറയായിരുന്നില്ലേ? അത്ര തിടുക്കം കാണിക്കാൻ പറ്റില്ല മോളെ. SP-യോട് അങ്ങനെ പറഞ്ഞാൽ അയാൾ വിശ്വസിക്കില്ല. എന്തോ തരികിടയുണ്ടെന്ന് അയാൾ മനസ്സിലാക്കും. 25 പവനും 5 ലക്ഷം രൂപ അയാൾ തരില്ലേ? അവസാനം വാക്ക് മാറിയാലോ? ഇല്ലടി മോളെ, ഇന്ന് അയാളെ കണ്ടിട്ടാ ഞാൻ വന്നത്. ആ പയ്യന്റെ കല്യാണം അവർ തീരുമാനിച്ചു. ഈ സമയം അർച്ചനയുടെ കല്യാണം നടക്കേണ്ടത് അയാളുടെ ആവശ്യം കൂടിയാ. എന്നെ അയാൾ വിളിപ്പിച്ചതാ. കല്യാണത്തിന് സ്വർണ്ണം ഇടണ്ടേ? അതുകൊണ്ട് അവള് പോവില്ലേ? അമ്മയെല്ലാം വിശ്വസിച്ചിരിക്കുക. SP തരുന്നത് പൈസയായിട്ടാ. 25 പവന്റെ മുക്കുപണ്ടം വാങ്ങാനാ എന്റെ തീരുമാനം. അയ്യോ, ഞാനത് അച്ഛനോട് പറയാൻ തുടങ്ങുമായിരുന്നു. രാഘവന് പെണ്ണിനെ കിട്ടിയാൽ മാത്രം മതി. ഒരു വണ്ടി വാങ്ങാനുള്ള കാശ് അവനും തരും. SP തരുന്ന കാശുകൊണ്ട് അച്ഛൻ എനിക്ക് സ്വർണം വാങ്ങിത്തരണം. ഞാൻ ഈ കളിയൊക്കെ കളിക്കുന്ന നിനക്ക് വേണ്ടിയല്ലേ? അവളൊന്ന് ഒഴിഞ്ഞു പോട്ടെ. നീ നോക്കിക്കോ, 2 മാസത്തിനുള്ളിൽ ഞാൻ നിന്റെ കല്യാണം നടത്തും. കെങ്കേമമായിട്ട് തന്നെ. ആ പിന്നെ ഞാൻ നമ്മുടെ അയൽക്കാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടടി. ചേച്ചി, ഇങ്ങനെ കരയാതൊന്ന് എണീറ്റിരിക്കെ. ഞാനൊന്ന് പറയട്ടെ. ഞാൻ മരിക്കും, എനിക്കിനി വയ്യ. ഒന്ന് എണീക്ക് ചേച്ചി. Yeah.